ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇൻസ്പേസ്, കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട്, പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധ സഹയോജന, ക്രിസ്പാർ, ക്യാസ്നൂർ ഫോറസ്റ്റ് ഡിസീസ്, R&D സ്പെൻഡിംഗ് ആൻഡ് ഇന്ത്യാസ് ഗ്രോത്ത്, വാട്ടർ അമെൻമെന്റ് പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ബിൽ 2024. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്പേസിനെ കുറിച്ചാണ്. ഈ ഇൻസ്പേസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഇതിനു മുമ്പും ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം ഇന്നത്തെ ഹിന്ദുവിൻ്റെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന പേജിനകത്ത് അല്ലെങ്കിൽ പേജ് 12-നകത്ത് ഇന്ത്യയുടെ അടുത്ത 14 മാസത്തേക്കുള്ള സ്പേസ് ലോഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇൻസ്പേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസ്പേസ് എന്ന് പറയുന്നത് 2020 നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്പേസ് സെക്ടറിനകത്ത് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ വിൻഡോ ഏജൻസി ആയിട്ടാണ് ഇതിനെ 2020 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ അണ്ടറിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ നിലവിലുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിലെ സ്പേസ് സെക്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് മൊണോപ്പൊളിയാണ്. അപ്പോൾ അവിടേക്ക് പുതിയ പ്രൈവറ്റ് സെക്ടർ പ്ലെയേഴ്സ് വരുന്ന സമയത്ത് അവരുടെ എൻട്രി ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതായത് ഈ പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ചസ് അല്ലെങ്കിൽ സാറ്റലൈറ്റിൻ്റെ കൺസ്ട്രക്ഷന്, അതുപോലെ തന്നെ സ്പേസ് ബേസ്ഡ് സർവീസസ്, സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ, ISROയുടെ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ സ്പേസ് സെക്ടറിനകത്ത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക. നമ്മൾ US കാണുന്നത് പോലെ സ്പേസ് എക്സ് പോലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ സ്പേസ് കമ്പനീസിനെ അല്ലെങ്കിൽ എന്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്ത് വലുതാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സിംഗിൾ വിൻഡോ ഏജൻസിയാണ് ഇൻസ്പേസ് എന്ന് മനസ്സിലാക്കി 2020 ജൂണിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ അണ്ടറിലാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കും. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്റ്റ് ആണ്. ഈ കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മളിതിനു മുമ്പ് ഇന്ത്യ മ്യാൻമാർ റിലേഷൻസിൻ്റെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്റ്റ് ഇപ്പോൾ മ്യാൻമാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിവിൽ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ റഖീൻ സ്റ്റേറ്റിലും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള മറ്റ് പല പ്രദേശങ്ങളിലും, അതായത് മ്യാൻമാറിൻ്റെ കുറച്ച് ഈസ്റ്റേൺ സൈഡിലും ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തൊക്കെ കിടക്കുന്ന ഏരിയാസിലൊക്കെ റിബൽ ഫോഴ്സസ് കൺട്രോൾ ഏറ്റെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഗവൺമെന്റ് ഫോഴ്സസിനെ അവിടെ നിന്ന് പരാജയപ്പെടുത്തി റിബൽസ് അധികാരം പിടിച്ചെടുത്ത് ആ പ്രദേശങ്ങൾ കൈയടക്കി വെച്ചതിന് ശേഷം ഈ കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്റ്റ് ഇപ്പോൾ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14-നകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ കലാഡൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്നത്. ഈ പ്രൊജക്റ്റിന്റെ ഒഫീഷ്യൽ നെയിം കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് എന്നാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് അറിയാം ഇന്ത്യയിലെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു റൂട്ട് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റ് വഴി കടന്നു പോകുന്ന സിലിഗുരി കോറിഡോർ അല്ലെങ്കിൽ ചിക്കൻ സ്നെക്ക് എന്ന് വിളിക്കുന്ന ഒരു നാരോ ലാൻഡ് സ്ട്രിപ്പിലൂടെയാണ്. അപ്പോൾ ഇതിന്റെ രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഫ്യൂച്ചറിൽ ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ, ഒരു ആംഡ് കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിലിഗുരി കോറിഡോർ കിടക്കുന്നത്. രണ്ട്, ഈ സിലിഗുരി കോറിഡോറിലൂടെ നമ്മൾ ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലുള്ള മിസോറാം പോലുള്ള പ്രദേശങ്ങളിൽ എത്തുന്ന സമയത്ത് അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡിസ്റ്റൻസ് മേക്ക് ചെയ്യേണ്ടിയിട്ടുള്ള ഒരു ജേണിയാണ്. അത് ലാൻഡ് വഴിയുള്ള ജേണി ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ റൂട്ട് ഡിസ്റപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനുള്ള ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യനെ മെയിൻലാൻഡ് ഇന്ത്യയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമുക്ക് ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അന്ന് ബംഗ്ലാദേശ് അല്ലെങ്കിൽ പണ്ട് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന പ്രദേശം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചിറ്റഗോങ് പോർട്ട് വഴി, അതായത് ബംഗ്ലാദേശിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിട്ടുള്ള ചിറ്റഗോങ് പോർട്ട് വഴി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ബംഗാൾ പ്രൊവിൻസ് പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറിയതോട് കൂടിയിട്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബംഗ്ലാദേശിലൂടെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല പ്രൊജക്റ്റുകളും ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് പല പല കാരണങ്ങളാൽ ഇതൊക്കെ മുടങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനുള്ള മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് എന്ന് പറയുന്ന പദ്ധതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് മ്യാൻമാറും കൂടി ചേർന്നിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മെയിൻലാൻഡ് ഇന്ത്യനെ, അതായത് ഇന്ത്യയുടെ മറ്റുള്ള പ്രദേശങ്ങളെ നോർത്ത് ഈസ്റ്റുമായിട്ട് മ്യാൻമാർ വഴി കണക്ട് ചെയ്യാണ് ഈ പ്രൊജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് ആണ്. മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഒരുപാട് മോഡിലൂടെയാണ്. ഉദാഹരണത്തിന് ഈ പ്രൊജക്റ്റിന്റെ വലിയൊരു സ്ട്രെച്ച് വരുന്നത് ഏകദേശം 539 കിലോമീറ്റർ വരുന്ന ദൂരം വരുന്നത് കൽക്കത്ത പോർട്ടിൽ നിന്ന് മ്യാൻമാറിലുള്ള റഖീൻ സ്റ്റേറ്റിനകത്തുള്ള ഒരു സിറ്റ്വേ എന്ന് പറയുന്ന പോർട്ടുണ്ട്. ഈ സിറ്റ്വേ പോർട്ട് വഴി
സീ റൂട്ട് വഴിയാണ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് കൽക്കത്തയിൽ നിന്ന് മ്യാൻമാറിലെ റഖീൻ സ്റ്റേറ്റിനകത്തുള്ള സിറ്റ്വേ പോർട്ട് വരെ സീ റൂട്ട് വഴി കണക്ട് ചെയ്യും. ഈ സിറ്റ്വേ പോർട്ട് തൊട്ട് അതുവഴി പോകുന്ന കലാഡൻ റിവർ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്. ഈ കലാഡൻ റിവർ തൊട്ട് പാലേത്വ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്. ഈ പാലേത്വ ടൗൺ നമ്മൾ പ്ലേസസ് ന്യൂസ് ആയിട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പാലേത്വ എന്ന് പറയുന്ന ടൗൺ വരെ കലാഡൻ റിവർ വഴി റിവർ റൂട്ട് വഴി കണക്ട് ചെയ്യും. ഈ പാലേത്വ തൊട്ട് ഇന്ത്യയുടെ മിസോറാം സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഐസ്വാൾ വരെ ലാൻഡ് റൂട്ട് വഴി അല്ലെങ്കിൽ റോഡ് വഴി ബാക്കി ട്രാൻസ്പോർട്ടേഷൻ നടത്തും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന മെയിൻലാൻഡ് ഇന്ത്യയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും തമ്മിലുള്ള കണക്ഷൻ ഇതുവഴി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ മോഡ്സ് ഉണ്ട്. സീ റൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ റിവർ റൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡ് റൂട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ സിറ്റ്വേ പോർട്ടൊക്കെ ഉൾപ്പെടുന്ന റഖീൻ സ്റ്റേറ്റും അതുപോലെ തന്നെ ഈ പാലയത്തൊക്കെ ഉൾപ്പെടുന്ന അവിടുത്തെ ചിൻ സ്റ്റേറ്റും ഇവിടുത്തെ റിബൽ ഫോഴ്സസിന്റെ കൺട്രോളിലേക്ക് മാറിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള യുദ്ധം അവിടുത്തെ ഗവൺമെന്റ് ഫോഴ്സസും അതുപോലെ തന്നെ ഈ മ്യാൻമാറിലെ റിബൽസും തമ്മിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിറ്റ്വേ പോർട്ടിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ഇന്ത്യ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റൂട്ട് ഇപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിട്ടില്ല. അതുപോലെ തന്നെ ഈ റഖീൻ സ്റ്റേറ്റിലാണ് ഈ റോഹിംഗ്യൻ ഇഷ്യൂ ഒക്കെ നടക്കുന്നതെന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ പറയുന്ന കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന എന്ന് പറയുന്നതാണ്. സോ ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തതിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 15 അവർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി 2024-25 അതായത് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഇന്ററിം ബഡ്ജറ്റിനകത്ത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഇതൊരു സെൻട്രൽ സെക്ടറൽ സ്കീമാണ്. ഓൾറെഡി ഇന്ത്യയിൽ ഈ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഗവൺമെന്റ് പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ കീഴിൽ വരുന്ന ഒരു സെൻട്രൽ സെക്ടർ സബ് സ്കീമാണ് ഈ 2024-25 ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ഈ പുതിയൊരു സ്കീം. അപ്പോൾ ഈ സ്കീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ ഫിഷർമാൻമാരുടെ അതുപോലെ തന്നെ ഫിഷ് വെൻഡേഴ്സ് അതുപോലെ തന്നെ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് എൻഗേജ് ഇൻ ഫിഷറീസ് സെക്ടർ ഇവരുടെയൊക്കെ ഇൻകം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഏണിങ്സ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 6000 കോടി രൂപയാണ് ബഡ്ജറ്റിനകത്ത് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് ഫിഷറീസ് അതുപോലെ തന്നെ അക്വാകൾച്ചർ ഈ രണ്ട് കാര്യങ്ങളുടെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഫണ്ട് ഉപയോഗിക്കുക എന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസാണ് ഈ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന് പറയുന്നത് അല്ലെങ്കിൽ PMMSY അല്ലെങ്കിൽ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ബ്ലൂ റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. ബ്ലൂ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷറീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ബ്ലൂ റവല്യൂഷൻ അതിനെ കാറ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫിഷറീസ് സെക്ടറിനകത്ത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സോ അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറീസിലും ഈ പദ്ധതി നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5 വർഷത്തേക്കാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. 2020-21 സാമ്പത്തിക വർഷം തൊട്ട് 24-25 സാമ്പത്തിക വർഷം വരെയാണ് ഈ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജനയുടെ നിലവിലുള്ള ടെന്യൂർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ക്രിസ്പാർ ആണ്. സോ ഈ ക്രിസ്പാറും ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ക്രിസ്പാറിന്റെ പുതിയ സാധ്യതകളെ കുറിച്ച് ഹിന്ദുവിന്റെ സയൻസ് പേജിന്റെ 2ാമത്തെ പേജിനകത്ത് അവരൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വിത്ത് ക്രിസ്പാർ പോസ്റ്റ് ടു റെവല്യൂഷനൈസ് തെറാപ്പി എ പോസ്റ്റ് ടു കൺസിഡർ എത്തിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ക്രിസ്പാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ക്രിസ്പാർ CAS9 എന്ന് പറയുന്നത് ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. അത് ഈ ജീൻ എഡിറ്റിംഗ് ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ലോകത്ത് ബാക്ടീരിയാസിൽ കാണുന്ന ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതിൽ നിന്നാണ് ഈ ക്രിസ്പാർ CAS9 എന്ന് പറയുന്ന ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള DNA സീക്വൻസുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ എഫക്റ്റീവ്ലി അത് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു സംഭവമാണ് ഈ ക്രിസ്പാർ CAS9 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാക്ടീരിയാസിന്റെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണ് ഇത്. അതാണ് നമ്മളോട് മിമിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയാസ് അവർ വൈറസ് അറ്റാക്കുകൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയാസിനകത്തുള്ള ഒരു പ്രോട്ടീനാണ് CAS9 എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ട് ഇവരിത് നമ്മളൊരു കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയുന്ന പോലെ തന്നെ ഈ CAS9 എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഫോറിൻ DNA സ്ട്രാൻഡ്സിനെ അവരുടെ DNA അങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുന്നതുകൊണ്ട് തന്നെ പിന്നീട് ഈ അസുഖം അല്ലെങ്കിൽ ഈ പറയുന്ന വൈറസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിൻ ജീൻ കാരണമുള്ള
അസുഖങ്ങളൊന്നും ഇവർക്ക് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CAS9 എൻസൈം അറിയപ്പെടാറുള്ളത് ഒരു ബേസിക്കലി ഒരു മോളിക്കുലാർ സിസർ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടാറുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസമാണ് നമ്മളിവിടെ ഹ്യൂമൻ ബോഡിയിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചികിത്സക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി മറ്റുള്ള ജീൻ എഡിറ്റിംഗ് ടെക്നോളജീസിനകത്തൊക്കെ കാണുന്നത് പോലെ ഫോറിൻ ജീൻസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോറിൻ DNAs ശരീരത്തിൽ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ഫോറിൻ ജീനിനെ നമ്മൾ ശരീരത്തിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നിലവിലുള്ള ഈ പ്രശ്നക്കാരായിട്ടുള്ള ജെനറ്റിക്സിനെ അങ്ങ് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന DNA സ്ട്രാൻഡ്സിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് CRISPR-Cas9 ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ക്യാസ്നൂർ ഫോറസ്റ്റ് ഡിസീസ് ആണ്. സോ ഈ ക്യാസ്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയിലെ ചില ഭാഗങ്ങളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡിസീസാണ്. അപ്പോൾ ഇത് ബേസിക്കലി ടിക്സിലൂടെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസീസിന് ഈ പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് കർണാടകയിലെ ശിവമോഗ ഡിസ്ട്രിക്റ്റിനകത്തുള്ള ക്യാസ്നൂർ ഫോറസ്റ്റ് ഏരിയയിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1956 ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടാറുണ്ട്. ആ മറ്റൊരു പേര് എന്ന് പറയുന്നത് മങ്കി ഫീവർ എന്നുള്ളതാണ്. കാരണം ഇത് പ്രൈമേറ്റ്സിനെയാണ് പ്രധാനമായിട്ടും, മങ്കീസ് ഒക്കെ ഉൾപ്പെടുന്ന പ്രൈമേറ്റ്സിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ടിക്സിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെള്ള് എന്ന് മലയാളത്തിൽ പറയുന്ന ഈ ഇൻസെക്ട്സിലൂടെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അതായത് ഓൾറെഡി അസുഖവാഹിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ അസുഖം ബാധിച്ചിട്ടുള്ള ഒരു മങ്കിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രൈമേറ്റിനെ കടിച്ചിട്ടുള്ള ടിക്ക് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറുന്ന സമയത്ത് മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും ഈ അസുഖം പടരും. അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ രോഗവാഹികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നത് ഈ ടിക്സിലൂടെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ്, അതായത് വൺസ് ഈ രോഗം ആളുകൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സിംറ്റംസ് ഒരു 3 തൊട്ട് 8 ദിവസത്തിന് ശേഷം മാത്രമേ പുറത്തു വരുള്ളൂ. അതായത് അതിനകത്ത് ഈ ഫീവർ, അതുപോലെ തന്നെ റെഡ്നെസ് ഓഫ് ദി ഐസ്, സിവിയർ ഹെഡ് ഏക്ക്, ബോഡി പെയിന്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംറ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു രോഗമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഈ സിംറ്റംസിനെ ചികിത്സിക്കാനാണ് സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്സിൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അത് നിലവിൽ ഇനഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് R&D സ്പെൻഡിങ് ആൻഡ് ഇന്ത്യാസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ സെക്ടറിലുള്ള സ്പെൻഡിങ് എന്ന് പറയുന്നത് ട്രഡീഷണലി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള മേജർ എക്കണോമീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവാണ്. അതിൽ തന്നെ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ US അല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ആണെന്ന് പറയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഇന്ററിം ബഡ്ജറ്റിനകത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ദ ഹിന്ദുവിൻ്റെ പേജ് 6 അവരുടെ എഡിറ്റോറിയൽ പേജിനകത്ത് R&D സ്പെൻഡ് ഗോൾഡൻ ഇന്റർവെൻഷൻ ഓർ സ്മോക്ക് ആൻഡ് മിറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ഇന്ത്യയിലെ R&D സെക്ടറിന്റെ കറണ്ട് സിനാരിയോ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ R&D സെക്ടറിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലോ പ്രൈവറ്റ് സെക്ടർ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഈ ഇവരുടെ പ്രൈവറ്റ് സെക്ടർ കോൺട്രിബ്യൂഷനും R&D സെക്ടറിൽ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ഓൺ ആൻ ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ R&D സെക്ടറിലുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതിനെയാണ് ഗ്രോസ് എക്സ്പെൻഡിച്ചർ ഓൺ R&D എന്ന് പറയുന്നത്. ആ 2020-21 കാലഘട്ടത്തിലുള്ള ഇന്ത്യയിലെ ഈ നമ്മുടെ നാഷണൽ ലെവലിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള R&D സെക്ടറിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള എൻറ്റയർ അമൗണ്ടിൻ്റെ ജസ്റ്റ് 36.4% മാത്രമാണ് പ്രൈവറ്റ് സെക്ടറിൻ്റെ സ്പെൻഡിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ സാധാരണഗതിയിൽ എക്കണോമിക്സ് ഡെവലപ്പ് ആവുന്ന സമയത്ത് എസ്പെഷ്യലി ഒരു ഇനീഷ്യൽ ഫേസിലെങ്കിലും വലിയ രീതിയിൽ R&D സെക്ടറിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചൈനയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവർ വലിയ രീതിയിൽ ഈ US കമ്പനീസിൻ്റെ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് നിന്നിരുന്നൊരു കാലഘട്ടം 1990s 2000s തുടക്കമൊക്കെ. അപ്പോൾ ആ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിരുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ടെക്നോളജി ഇല്ല. പക്ഷേ ഈ പറയുന്ന ഫോറിൻ കമ്പനീസ് അവരുടെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ചൈനയിൽ പ്രൊഡക്ഷൻ നടത്തുന്നു. അപ്പോൾ അതിലൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന GDP ഗ്രോത്ത് അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് അവർ ഈ പറയുന്ന R&D സെക്ടറിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 10-20 വർഷത്തിനകത്ത് ലോകത്തിലെ ഏറ്റവും അധികം R&D സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഇൻ ടേംസ് ഓഫ് GDP പെർസെൻറ്റേജ് നടത്തിയിട്ടുള്ള ഒരു രാജ്യം ചൈനയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജീസ് ആയിട്ട് പറയുന്ന ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ടെക്നോളജീസിലൊക്കെ US-നെക്കാട്ടിലും ഒരു ലീഡിങ് സ്ഥാനത്ത്, ഇപ്പോൾ 5G ടെക്നോളജി ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി അതിനകത്ത് ചൈന നിൽക്കാനുള്ള കാരണം ഇതാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന
R&D സെക്ടറിലുള്ള നമ്മുടെ എക്സ്പെൻഡിച്ചറും GDP തമ്മിലുള്ള റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2020-21 കാലഘട്ടത്തിൽ ഈ GDP ഈ പറയുന്ന ഗ്രോസ് എക്സ്പെൻഡിച്ചർ ഓൺ R&D to GDP റേഷ്യോ എന്ന് പറയുന്നത് അറൗണ്ട് 0.64% ഓഫ് ദി GDP ആണെന്നാണ് പറയുന്നത്. അതൊന്ന് നോർമലി നമ്മൾ മറ്റുള്ള അഡ്വാൻസ്ഡ് ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ നോക്കുന്ന സമയത്ത് അത് അറ്റ്ലീസ്റ്റ് 1% ഓഫ് GDP എങ്കിലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയുടെ അടുത്ത് മാത്രമേ ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി ഇൻ ടേംസ് ഓഫ് GDP പെർസെൻറ്റേജ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് നമ്മുടെ നിലവിലുള്ള R&D സെക്ടറിലെ സ്പെൻഡിങ്ങിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ R&D സെക്ടറിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ലിമിറ്റഡ് ആയിട്ട് പ്രൈവറ്റ് സെക്ടർ ഇൻവോൾവ്മെന്റ് ആണ്, രണ്ട് ഡിക്രീസിങ് GERD to GDP റേഷ്യോ, അതുപോലെ തന്നെ വലിയ രീതിയിൽ ഈ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഇതുവരെ കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, പോളിസി ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ R&D സെക്ടറിനകത്ത് ആവശ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചറും സ്കിൽ ഡെഫിസിറ്റും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതായത് ആവശ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത്, അതുപോലെ തന്നെ R&D സെക്ടറിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയേഴ്സിനൊന്നും അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ഹ്യൂമൻ റിസോഴ്സസിന് അവൈലബിൾ അല്ലാത്തൊരു പ്രശ്നവും നമ്മൾ ഫേസ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ ഈ R&D സെക്ടറിൽ ആവശ്യത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വിദേശത്ത് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത്. ഇതൊക്കെയാണ് ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. അതായത് ഇത്തരത്തിലുള്ള R&D പ്രൈവറ്റ് സെക്ടറിലൊക്കെയുള്ള R&D ഇൻവെസ്റ്റ്മെന്റുകളെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ഇൻസെന്റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഇതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ NRF ഒരു 1 ലക്ഷം കോടി രൂപയുടെ കോർപ്പസ് വെച്ചുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ലോങ് ടേം ആയിട്ട് ലോ ഇൻട്രസ്റ്റ് ലോൺസ് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടർ R&D ഇൻവെസ്റ്റ്മെന്റും ഇന്നോവേഷനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസി ഫ്രെയിം വർക്കുകൾ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ R&D സ്പെൻഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് നമ്മുടെ നാഷണൽ പ്രയോറിറ്റീസുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ R&D സ്പെൻഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിം വർക്കുകൾ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പോളിസി, അതേപോലെ തന്നെ ഈ ബയോടെക്നോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ഈ R&D സെക്ടറിലുള്ള റിസർച്ച് ഫെസിലിറ്റീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് വർക്ക് ഫോഴ്സിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രൊജക്ടുകളിലും ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് റിസർച്ച് പാർക്കുകൾ, അതുപോലെ തന്നെ സെന്റേഴ്സ് ഓഫ് എക്സലൻസുകളൊക്കെ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മറ്റൊന്ന് സെക്ടറൽ ഫോക്കസ് ആണ്. അതായത് ഈ ബയോടെക്നോളജി, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി, ഇങ്ങനെയുള്ള നമുക്കൊരു നാഷണൽ പ്രയോറിറ്റി ആയിട്ടുള്ള ഏരിയാസിനകത്ത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഗവൺമെന്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ബയോടെക്നോളജി ഇഗ്നീഷൻ ഗ്രാന്റ് അല്ലെങ്കിൽ BIG എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ ഒരു ഇന്റർവെൻഷൻ ആണ്. അതായത് ഇത്തരത്തിലുള്ള ബയോടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ടിങ്ങും സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതിയൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വാട്ടർ അമെൻമെന്റ് പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ബിൽ 2024 ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ 1974 ഒരു നിയമമുണ്ട്, അതാണ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത്. ആ നിയമത്തിനകത്ത് ഇപ്പോൾ 2024 ഇപ്പോൾ ലോക്സഭയിൽ ഒരു അമെൻമെന്റ് ബില്ല് അവർ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ബില്ലിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിൻ്റെ പേജ് 16 അവരൊരു ന്യൂസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, മൈനർ വാട്ടർ പൊല്യൂഷൻ ഒഫൻസസ് ടു ബി ഡീക്രിമിനലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ബില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബില്ലിൻ്റെ പ്രൊവിഷൻസും ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്രിറ്റിസിസംസും ആണ് നമ്മളതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ഒന്ന്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാനെ സെൻട്രൽ ഗവൺമെന്റിന് അവരുടെ നോമിനേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം സെൻട്രൽ ഗവൺമെന്റിന് പ്രിസ്ക്രൈബ് ചെയ്യാം എന്നുള്ള ഒരു പുതിയൊരു പ്രൊവിഷൻ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്ലാന്റുകൾക്ക് ചില എക്സെപ്ഷൻസ് അല്ലെങ്കിൽ ചില എക്സംഷൻസ് ഈ സെക്ഷൻ 25 ഓഫ് ദി ആക്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അവരുടെ മുകളിലുണ്ടായിരുന്ന ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇപ്പോൾ കുറച്ചൊന്ന് ഈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും MSME സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ കൺസെന്റ് ഗ്രാൻഡിങ് പ്രോസസ്സിനകത്ത് പുതിയൊരു ഗൈഡ് ലൈൻസ് ഈ ബില്ലിനകത്ത് അവർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന കൺസെന്റ് കൊടുക്കുക, അത് റെഫ്യൂസ് ചെയ്യുക, അത് ക്യാൻസൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എസ്പെഷ്യലി സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒക്കെ കേസിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസിനകത്ത് ചില മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ മൈനർ ഒഫൻസസിനെ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ പേരിലുണ്ടായിരുന്ന ജയിൽ സെൻറ്റൻസ് മാറ്റിയിട്ട് പകരം പെനാൽറ്റീസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പെനാൽറ്റീസ് അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ജോയിന്റ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സെക്രട്ടറി റാങ്കിലുള്ള ഓഫീസർക്കോ ആയിരിക്കും അധികാരം ഉണ്ടാവുക. അതിനെ താഴെയുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അധികാരം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ കംപ്ലയൻസിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെന്റിനെ കുറിച്ചും വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ ഈ പെനാൽറ്റിയിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കീഴിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫണ്ടിനകത്താണ് ഈ പെനാൽറ്റിയിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇനീഷ്യേറ്റീവ്സിനും അതുപോലെ തന്നെ റിസ്റ്റോറേഷൻ എഫേർട്ടിനും മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ള മേജർ പ്രൊവിഷൻസ് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത് ഒന്ന് സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റിയാണ്. അതായത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അല്ലെങ്കിൽ ചെയർമാൻ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റിന് ഇടപെടാനുള്ള സാധ്യതകൾ ഇത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അത് സ്റ്റേറ്റിന്റെ ഓട്ടോണമിനെ ഓട്ടോമാറ്റിക്കലി ഇറോഡ് ചെയ്യും. രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ പ്ലാന്റുകൾക്ക് എക്സംഷൻ കൊടുത്തത് പൊല്യൂഷൻ വർദ്ധിക്കാനുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സിനകത്ത് കോംപ്രമൈസ് ചെയ്യാനുള്ള എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗൈഡ് ലൈൻ ഇംപ്ലിമെന്റേഷനകത്ത് റെഗുലേറ്ററി ഡിസ്പാരിറ്റീസ് വരാൻ, അതായത് ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിൽ ഡിഫറെൻറ്റ് ഗൈഡ് ലൈൻസ് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒഫൻസസ് ഡീക്രിമിനലൈസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒഫൻസസിന്റെ എണ്ണം വർദ്ധിക്കാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൈനർ ഒഫൻസസിനെ ഡീക്രിമിനലൈസ് ചെയ്തുകൊണ്ട് അത് പെനാൽറ്റി കൊടുത്ത് ഒഴിവാവാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ബേസിക്കലി ഒരു ഡിട്രിമെന്റൽ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. കാരണം ആളുകൾ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുന്നുണ്ട്. കാരണം അവർക്ക് ജയിൽ സെന്റൻസ് കിട്ടില്ല, പകരം ഫൈൻ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകാം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത എസ്പെഷ്യലി എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ഒക്കെ കാരണമാവെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെനാൽറ്റി അഡ്ജുഡിക്കേഷൻ, ഇത് ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിനെ ഈ പെനാൽറ്റി അഡ്ജുഡിക്കേഷൻ നിയമിക്കുന്നത് വലിയ രീതിയിലുള്ള ഇംപാർഷ്യാലിറ്റിയുടെ, അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസിന് ഇതിന്റെ പേരിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു ഇംപാർഷ്യാലിറ്റിയുടെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.